ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അരക്കെട്ടിനും കാലുകൾക്കും നല്ല വ്യായാമം കിട്ടുന്ന 2 യോഗാസനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് ഉൽക്കടാസനം. ഇത് 1ഉം 2ഉം ഉണ്ട്. ചെയ്യേണ്ട ഘട്ടം: പാദങ്ങൾ ചേർത്ത് വെച്ച് നേരെ നീണ്ടു നിവർന്ന് നിൽക്കുക. നോട്ടം നേരെ മുന്നിലേക്കായിരിക്കണം. കൈകൾ മുട്ടുവളയ്ക്കാതെ നേരെ മുന്നോട്ട് നീട്ടി തോളുകൾക്കൊപ്പം ഉയർത്തിപ്പിടിക്കുക. വിരലുകൾ ഒതുക്കി നിവർത്തിയിരിക്കണം. ശ്വാസം എടുക്കുന്നതോടൊപ്പം ഉപ്പൂറ്റികൾ ഉയർത്തി വിരലുകളിൽ നിൽക്കുക. നെഞ്ചും തലയും മുന്നോട്ട് ചായാതെ ശ്വാസം സാവധാനം വിട്ടുകൊണ്ട് ഉയർന്നു നിൽക്കുക. ഉപ്പൂറ്റികൾ ഇരിക്കാനുള്ള ശ്രമത്തിൽ ശരീരം താഴത്തേക്ക് കൊണ്ടുവരിക. ഇരിക്കാൻ പോകുന്നതിന് പോലെ തുടകൾ അതാത് വശത്തെ കാൽവണ്ണങ്ങളിൽ ചേർത്തും പൃഷ്ഠങ്ങൾ ഉപ്പൂറ്റികൾക്കിടയിൽ വയ്ക്കുക. കൈകൾ കാൽമുട്ടുകളിൽ കമഴ്ത്തി വയ്ക്കുക. 3 സെക്കൻഡ് ഈ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് അതേ നിലയിൽ തന്നെ എഴുന്നേൽക്കുക. അതിനുശേഷം സാവധാനം ശ്വാസം വിടുക. ഉപ്പൂറ്റികളും കൈകളും പ്രാരംഭ നിലയിൽ വയ്ക്കുക. കുട്ടികൾക്ക് ഇതെല്ലാം നിഷ്പ്രയാസം സാധിക്കും. ടൈം ഡ്യൂറേഷൻ: ഇത് 3 തവണ 15 സെക്കൻഡ് ചെയ്യുക. ഉൽക്കടാസനം 2. ചെയ്യേണ്ട വിധം: നിവർന്നു നിൽക്കുക. കൈകൾ അതാത് വശങ്ങളിൽ തുടയോട് ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുക്കുന്നതോടൊപ്പം കൈകൾ അതാത് വശങ്ങളിൽ കൂടെ മുട്ടുവളയ്ക്കാതെ ശിരസിന് മുകളിലേക്ക് എടുത്ത് നീട്ടി താഴ്ത്തിപ്പിടിക്കുക. ഉള്ളം കൈ രണ്ടും ചേർത്ത് പതിഞ്ഞിരിക്കണം. കൈകൾ ചെവിയോട് ചേർത്താണ് പിടിക്കേണ്ടത്. ശ്വാസം സാവധാനം വിട്ടുകൊണ്ട് കുതികാലിൽ ഇരിക്കാൻ ഭാവത്തിൽ വിധം കാൽമുട്ടുകൾ അല്പം മടക്കി ഉടൽ താഴത്തേക്ക് കൊണ്ടുവരിക. തുടകൾ നിലത്തു നിന്നും സമാന്തരമായിരിക്കുന്നത് വരെ പൃഷ്ഠഭാഗം താഴത്ത് മതി. ശരീരം മുന്നോട്ട് ചാഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നെഞ്ച് കഴിയുന്നത് നേരെ തന്നെ നിവർത്തണം. ഈ നിലയിൽ ബാലൻസ് തെറ്റാതെ നിൽക്കാൻ പറ്റുന്നിടത്തോളം സമയം നിന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് സാവധാനം നിവരുക. കൈകൾ താഴെ കൊണ്ടുവരിക. 3 തവണ ഇത് അഭ്യസിക്കുക. സങ്കല്പത്തിലുള്ള ഒരു കസേരയിൽ ഇരിക്കുക എന്നതാണ് ഈ യോഗാസനത്തിൻ്റെ സ്വരൂപം. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് അരക്കെട്ടിനും കാലുകൾക്കും നല്ലൊരു വ്യായാമമാണ്. ഇത് കാലിലെ സന്ധികൾക്കും ഇത് കയറ്റം കയറുന്നതിനും ഇറങ്ങുന്നതിനും പ്രയാസം തോന്നുന്നില്ല. മേൽപ്പറഞ്ഞ വിധം കുറച്ച് ദിവസം ഈ യോഗാസനം ചെയ്തിട്ട് പാദങ്ങളും കാൽമുട്ടുകളും 6 ഇഞ്ച് അകലത്തിൽ വെച്ച് ഈ യോഗാസനം ചെയ്യാനാണ്. ഇത് മന്ത് ഉൾപ്പെടെയുള്ള കാലിലെ അസുഖങ്ങൾക്കും കാൽക്കടിച്ചിൽ, സന്ധിവേദന, കാലിലെ പിള്ള ഉരുണ്ടുകയറൽ മുതലായവയ്ക്ക് ഈ യോഗാസനം കൊണ്ട് ശമിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ അരക്കെട്ടിനും കാലുകൾക്കും നല്ല വ്യായാമം കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഈ മന്ത് പോലുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിത് കാലത്ത് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ യോഗാസനം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാലുകൾക്ക് നല്ല മസിൽസൊക്കെ ഉണ്ടാകാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് ഡെയിലി ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വേണം, ഇഷ്ടപ്പെട്ടെന്നിടും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി എന്നോട് ഞാൻ വരാം. അതുവരെ ബൈ, സബ്സ്ക്രൈബ്.